കുംഭമേള വൈറൽ താരത്തിനെതിരായ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ താരത്തെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് തൃക്കാക്കരയിലെത്തിയത്. മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ വന്നതിന് പിന്നാലെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട കുംഭമേള വൈറൽ താരം മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകി. അതേസമയം മധ്യപ്രദേശ് പോലീസ് വന്നത് എന്തിനെന്ന് അറിയില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് പറഞ്ഞു. It is like High Court order is there. Madhya Pradesh police, they have a case. അത് അന്വേഷിച്ച് അവർ വന്നിട്ടുണ്ട്. 20-ാം തീയതി വരെ സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതനുസരിച്ച് അവരും ചെയ്യുമായിട്ട് ഹൈക്കോടതിയിൽ പരിധിയുണ്ട്. അതിനുடைய കാപ്പിയൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. മനീഷ് ഐഷാമാത്തിയുടെ വിവരങ്ങൾ നൽകാൻ. മനീഷ്, നമുക്കറിയാം ഈ വൈറൽ താരത്തിന്റെ വിവാഹം വലിയ വിവാദമായിരുന്നു. ഈ പ്രായമൊക്കെ ബന്ധപ്പെടുത്തി ഇപ്പോൾ ഈ മധ്യപ്രദേശ് പോലീസിന്റെ ഈ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? അരുണ്യ, മധ്യപ്രദേശിൻ്റെ അന്വേഷണ പരിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതായത് അവരുടെ ആശുപത്രി വിവരങ്ങളടക്കം ആശുപത്രി വിവരങ്ങളടക്കം തേടി നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വൈറൽ താരത്തിന് 18 വയസ്സ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഈ പോക്സോ വകുപ്പ് ചുമത്തുകയും ഈ പങ്കാളിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീങ്ങുകയും ചെയ്തത്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ ഓർഡർ നേടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് പോലീസിൻ്റെ 5-അംഗ സംഘം കേരളത്തിലെത്തിയത്. ഇവർ കേരളത്തിലെത്തിൻ്റെ പ്രധാന കാര്യം ഇങ്ങനെയാണ്. തൃക്കാക്കര പരിസരത്തെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ഈ വൈറൽ താരം താമസിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഇവരുണ്ടെന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ടാണ് മധ്യപ്രദേശ് പോലീസ് ഇവിടെ എത്തിയത്. അവരുടെ ആവശ്യം ഇവിടെ നിന്ന് ഈ താരത്തിനെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കസ്റ്റഡിയിലെടുത്ത് മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതും പിന്നീട് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവരിവിടെ എത്തിയത്. അങ്ങനെ ലോക്കൽ പോലീസിന്റെ സപ്പോർട്ട് ഇക്കാര്യത്തിൽ നേടുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ താരം മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയത്. ഈ പരാതിക്കൊപ്പം തന്നെ ഇവർക്ക് 18 വയസ്സായി എന്ന് തെളിയിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ചില രേഖകളും കൂടെ ഈ താരം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ രേഖകൾ സമർപ്പിക്കുകയും തന്നെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതും തന്നെ അവർക്കൊപ്പം വിടുന്ന കാര്യത്തിൽ അവരെ വിടരുതെന്നും അവരെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അല്ലെങ്കിൽ തന്നെ ഇവിടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം അത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കമ്മീഷണർക്കും പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി ഇതിൽ ഒരു മുൻ നടപടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് കമ്മീഷണറും മുഖ്യമന്ത്രിയും കൂടി ആലോചിച്ച ശേഷമായിരിക്കും സംരക്ഷണം നൽകണം അടക്കമുള്ള കാര്യങ്ങൾ ഒരു തീരുമാനമെത്തുക. എന്തായാലും നിലവിൽ നൽകിയിരിക്കുന്ന രേഖകളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാകുക. എന്തായാലും നിലവിൽ ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള സഹായവും അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സഹായം നേടിയിട്ടുള്ള കാര്യമൊന്നും തന്നെ സിറ്റി കമ്മീഷണർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് എന്തിനാണ് അവർ വന്നെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും മധ്യപ്രദേശ് പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ താരത്തെ കസ്റ്റഡിയിലെടുത്ത് മധ്യപ്രദേശിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇനിയുമായിട്ടില്ല. മുഖ്യമന്ത്രിയോടുമായി കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും സംരക്ഷണം നൽകണോ അല്ലെങ്കിൽ മധ്യപ്രദേശ് പോലീസിന് സഹായം നൽകണോ നടക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമാകുക. ശരി, മനീഷ് ഐഷാമാത്തിയാണ് വിവരങ്ങൾ നൽകിയത്.